सर्वमंगलमांगल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यंबके गौरी नारायणि नमोस्तुते। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रय विनाशाय श्रीकृष्णाय वयं नमः। भूतनाथ सदानंद सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। श्री गुरुभ्यो नमः। ओम श्री महादेव्यै नमः। ओम नमः परमऋषिभ्यो नमः। परमऋषिभ्यः हरि ओम। आगे लोग माणिक्यवीणा उपगायन्ति मदालसा मंजुळवाद्दिरासा माहेन्द्रनीलद्युतिकोमलाङ्गी मातङ्गकन्या मनसा स्मरामि। चतुर्भुजे चन्द्रकलावतंसे कुचोन्नते कुङ्कुमरागशोणे पुण्ड्रेषु पाशाङ्कुशपुष्पबाणहस्ते नमस्ते जगते माता माता भरतकश्यामा
Kanya
ശ്രവണകരണ ദക്ഷിണദ്വാരയ ദീനയ കിന്നരയീയസേ യക്ഷഗന്ധർവ സിദ്ധാംഗന മണ്ഡലൈരജ്യസേ സർവസൗഭാഗ്യവാഞ്ഛാപതി വിദ്വധൂഭിഃ സുരാണ സമാരാധ്യസേ സർവവിദ്യാവിശേഷാത്മകം ചാടുകാസമുച്ചാരണം കണ്ഠമൂലോല്ലസ വർണ്ണരാജിത്രയം കോമളശ്യാമളോകാരപക്ഷദ്വയം തുണ്ടശോഭാതിദൂരീഭവത്കിം സുഖം കം സുഖം ഗാനയന്തി പരിക്രീഡസേ പാണിപദ്മധ്വജേനാക്ഷമാലാമപി സ്ഫാടികീം ജ്ഞാനസാരാത്മകം പുസ്തകം പാശമാവിഗ്രഹീയേന സഞ്ചിന്യസേ ചേതസാ തസ്യ ഭദ്രാംഗനാ ഗദ്യപദ്യാത്മികാ ഭാരതീ സർവേ യേന വാ വ്യാപകാ ഭാരതേ മന്യസേ തസ്യ വശ്യാസ്ത്രിയഃ പുരുഷാ യേന വാ സാധകും ഭക്തിർമാഭ്യസേ സോമി ലക്ഷ്മീ സഹസ്രൈः പരിക്രീഡതേ കിംനസിദ്ധ്യേ ത്വമു ശ്യാമളം കോമളം ചന്ദ്രചൂഡാന്വിതം താവകം ധ്യായത തസ്യ ലീലാ സരോവാരിധി തസ്യ കേളീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂതലം തസ്യ ദീർഘകഥാ കിംഗതി തസ്യ ത്യാഗതി ശ്രീ സ്വയം സർവതീർത്ഥാത്മികേ സർവഗംഗാത്മികേ സർവമന്ത്രാത്മികേ സർവയന്ത്രാത്മികേ സർവചക്രാത്മികേ സർവശക്ത്യാത്മികേ സർവവീരാത്മികേ സർവതത്വാത്മികേ സർവവിദ്യാത്മികേ സർവയോഗാത്മികേ സർവനാഥാത്മികേ സർവവർണ്ണാത്മികേ സർവശബ്ദാത്മികേ സർവവിശ്വാത്മികേ സർവദീക്ഷാത്മികേ സർവവർഗാത്മികേ സർവസർവാത്മികേ സർവകേ സർവരൂപേ ഹേ ജഗന്മാതൃകേ പാഹി മാം പാഹി മാം പാഹി മാം ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമഃ. ഇതി കാളിദാസകൃതം ശ്യാമളാനന്ദകം സമ്പൂർണം. പുസ്തകം കിട്ടിയില്ലേ? അത് തന്നില്ലേ? പുസ്തകം അവൾ വായിച്ചേ അല്ലേ? രാഘവചരിത്രത്തിൽ 2 ബുക്കുണ്ടായിരുന്നു. ഒന്ന് ആ കുട്ടിക്കോളൂ. അല്ല നിങ്ങളതിന് വേറെ അതവിടെ അവിടെ ദിവസം സ്കൂളുള്ള കാരണം അവിടെ വരാൻ പറ്റിയില്ല. ക്ലാസ്സുകളുണ്ട്. എല്ലാവരും ഉഷാറായില്ലേ? സ്മൂത്തായിട്ടുണ്ട്. വായിക്കാൻ പറ്റില്ലേ? നല്ല രസമുണ്ട് വായിക്കുമ്പോൾ അല്ലേ? നല്ല സുഖമുണ്ട്. ദിവസവും വീട്ടിൽ നല്ല ശബ്ദത്തിൽ വായിക്കും. കുട്ടികളൊക്കെ തന്നെ പഠിച്ചോളും. കേട്ടിട്ട് നിങ്ങൾ പറയൊന്നും വേണ്ട. പഠിക്കും പഠിക്കും പഠിക്കുന്നു പറയണ്ട. അത് കേട്ട് പഠിച്ചോളും. വീട്ടിൽ കുട്ടികളുള്ളവരൊക്കെ അവരോടൊന്നും പറയണ്ട. നിങ്ങളിരുന്ന് പൂജാമണ്ഡപത്തിൽ ഇരുന്ന് ദിവസം വായിക്കാൻ
മതി, അവർ കേട്ട് പഠിച്ചോളൂ. പഠിക്കാൻ പറഞ്ഞാലേ അവർക്ക് മടിയുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് തന്നെ താല്പര്യവും പഠിക്കും. നമ്മുടെ ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ പല വീടുകളും കുട്ടികൾ കേൾക്കുന്നുണ്ട്. മുത്തശ്ശിമാരെ ഇന്നും കേൾക്കണം, കൂട്ടത്തിലെ കുട്ടികൾ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്നമാതിരി ഭാവിക്കുന്നില്ല എന്നേ ഉള്ളൂ. കുട്ടികളാണ് പലപ്പോഴും അമ്മമ്മമാർക്കും മുത്തശ്ശിമാർക്കും ഓൺ ചെയ്ത് എല്ലാം ശരിയാക്കി കൊടുക്കുന്നത്. അപ്പൊ അതാത് സമയമാകുമ്പോൾ കുട്ടികൾ ചോദിക്കേണ്ട വീടുകളിൽ അമ്മമ്മ ഇന്ന് ക്ലാസ്സിന്റെ അമ്മേ, അമ്മമ്മേ, മുത്തശ്ശി ഇന്ന് സ്വാമിയുടെ ക്ലാസ്സിന്റെ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. കാരണം അവർക്ക് കൂടി കേൾക്കണം. ആ സമയമാകുമ്പോ ആ ഒരു ഇത് വരുന്നുണ്ട്. നമ്മൾ അറിയാതെ ഒരു സംസ്കാരമായിട്ട് മാറും. അങ്ങനെ എത്രയോ കുട്ടികളിപ്പോ സ്വാമിയെ കാണണമെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അതൊരു മാറ്റമല്ലേ? ദിവസം ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് പല കുട്ടികളെയും കൂട്ടിട്ട് വരാറുണ്ട്, പല അമ്മമാരും. ഇന്ന് കുറെ കഷ്ടമുണ്ടായിരുന്നു. ചാലക്കുടി അന്നമനടയുന്ന കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് വന്നിരുന്നു ആൾക്കാർ. അതൊന്ന് വൈകിയത് ദിവസവും ഒന്നരാടെന്ന് പറഞ്ഞാൽ ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ഓൺലൈൻ ക്ലാസ് പോലുള്ള ഗുണം. അപ്പൊ അവർക്കൊക്കെ കുട്ടികൾ കിടക്കുമ്പോൾ നമ്മളെ ആ വലിയ നമ്മുടെ ശബ്ദം കേൾക്കാത്ത വീടുകളില്ല. അപ്പോ ഒരു ദിവസമെങ്കിലും നമ്മുടെ ശബ്ദം ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെ എന്ന് ഒരുപാട് പേര് പറയും. ഇന്നിപ്പോ ഞാൻ രാവിലെ ഭാഗവത ക്ലാസ് എടുത്തിട്ട് ഒരുപാട് വിളിയുണ്ടായിരുന്നു. എന്താ ക്ലാസ് ചെയ്യാൻ ഇവര് വരുന്നു പറഞ്ഞിട്ടാണ്. ഇത്രയും പേര്, കുറച്ച് പേര്, കൂടുതൽ പേര് വരുന്നുണ്ട്. വേറെ കുറച്ച് എനിക്ക് തിരക്കുകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുത്തില്ല. അപ്പോൾ വിളികളുണ്ട്, വാട്സാപ്പിൽ മെസ്സേജുകളുണ്ട്, ക്ലാസ്സിന്റെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഓരോ വീടുകളിലും ആ ശബ്ദം ഇങ്ങനെ മുഴക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഈ കൊറോണ കാലം കൊണ്ട് ആ ഒരു ഗുണവുമായി ലോകം മുഴുവനുള്ള മലയാളികളിലേക്ക് നമ്മുടെ നല്ല നല്ല വിഷയങ്ങൾ, ക്ലാസ്സുകൾ എത്തിക്കാൻ കഴിയും. ആദിശങ്കര ഭഗവത്പാദരുടെ 93 കൃതികൾ 551 ദിവസം തുടർച്ചയായിട്ട് ഞാൻ രാവിലെ ക്ലാസ് എടുത്തു. 1 മണിക്കൂർ 8 മുതൽ 9 വരെ 551 ദിവസം 93 കൃതികൾ. അവരൊക്കെ സ്ഥിരം പങ്കെടുത്തവരാണ്. എല്ലാ ദിവസവും ഉണ്ടായിരുന്നവരാണ്. അംബികാമ്മയും ഗുരുകാന്തനമ്മയും നിരമ്മയുണ്ടായിരുന്നു, അമ്പുജാമ്മ ഉണ്ടായിരുന്നു. പല പേരില്ല അവരല്ലേ. സ്വർണ്ണമ്മ ഉണ്ടായിരുന്നു, മിക്കവാറും ഉണ്ടായിരുന്നു അല്ലേ? നിങ്ങൾ മിക്കവാറും ഉണ്ടായിരുന്നു. പലരും അങ്ങനെ നമ്മുടെ രാഘവൻജി, സുന്ദരൻജി ഒക്കെ ഉണ്ടാവും. പുരുഷോത്തമൻജിയൊക്കെ ഇടയ്ക്ക് കാണും അല്ലേ? എന്താ വെച്ചാൽ എത്രയോ ആളുകൾക്ക് ഇതുവരെ ഒന്നും കിട്ടാതെ നമുക്ക് ഇപ്പോ എന്താ പറയാ, സമുദ്രം പോലെ വാരിക്കോരി നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങി. ഈ കൊറോണ കാലത്ത് 1 വർഷം കൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായിട്ട് അതിന് ഫേസ്ബുക്കിലായിരിക്കും വാട്സപ്പുകൾ വരുന്നത്. 1 വർഷം കൊണ്ട് 4 ലക്ഷത്തിൽ ചില്ലാതെ ആളുകൾ അത് കണ്ട് പരിപാടികൾ. 3000-ഓളം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. 3300-ഓളം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൂ. സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും വ്യൂ 4.5 ലക്ഷത്തിലധികം ആളുകൾ കാണുന്നു. അതിൽ സൗന്ദര്യ ലഹരിയാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. ജനൻ ടി വിയിൽ ഈ കഴിഞ്ഞ 5 ദിവസം ഉണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു 3 ദിവസം ഉണ്ടായിരുന്നു. ഇനി ഇടയ്ക്ക് വരും. അദ്ദേഹം നമ്മളെ കുറിച്ച് അറിയാൻ വൈകി. മറ്റു പല ആചാര്യന്മാരുടെയും ഒക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് സ്വാമിജിയെ കുറിച്ച് കേട്ടത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടയിലിടയിൽ വന്ന് കുറച്ച് എടുത്തിട്ട് പോകുന്നു. മെയിൻ പരിപാടികളൊക്കെ പലരും എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നു. പറഞ്ഞു വന്നത് എന്താ വെച്ചാല്, ഈ അമ്മമാരെ വീട്ടിൽ കേൾക്കുന്നതിന്റെ ഗുണം കുട്ടികളുണ്ട്. കുട്ടികളതൊക്കെ കേട്ട് പഠിക്കുന്നുണ്ട്. സൗന്ദര്യലഹരി ശ്ലോകങ്ങള് ചെറിയ കുട്ടികൾ 3-4 വയസ്സുള്ള കുട്ടികൾ പല ശ്ലോകങ്ങളും കാണാതെ പഠിച്ച് ചൊല്ലുന്നുണ്ട് ദിവസവും. അതുപോലെ മറ്റ് ഈ സദാശിവ സമാരംഭം ചക്കര സ്വാമി ധ്യാന ശ്ലോകം ചൊല്ലിയാൽ കുട്ടികളൊക്കെ ചൊല്ലുന്നവരാണ് എല്ലാ വീടുകളിലും. അതെല്ലാ വീട്ടിലും കുട്ടികൾക്ക് വൈകാത്തായി ഏതൊക്കെ ധ്യാന ശ്ലോകമുണ്ടോ അതൊക്കെ. അപ്പൊ അങ്ങനെ ചെറിയ കുട്ടികൾ തുടങ്ങിയിട്ട് വലിയ കുട്ടികളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നിങ്ങള് കുട്ടികളോട് പഠിക്കാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ
നല്ല ശബ്ദത്തിൽ ആസ്വദിച്ച് ചൊല്ലുക. നിങ്ങൾ ആസ്വദിച്ച് ചൊല്ലിയാൽ മതി. ദേവിയെ ഇങ്ങനെ ഉള്ളിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ആ ദേവിയോടുള്ള പ്രേമത്തോടുകൂടെ ആസ്വദിച്ച് ചൊല്ലുക. തന്നെത്താൻ ചുറ്റുപാടുള്ളവർക്ക് മുഴുവൻ അത് വലിയ അനുഗ്രഹമായിട്ട് മാറും. എല്ലാവർക്കും അതിലേക്ക് ആകർഷിച്ച് അത് പഠിക്കും. എത്ര മന്ദബുദ്ധികളാണെങ്കിലും എത്ര എന്താ പറയുക ഈശ്വര വിരോധികളാണെങ്കിൽ പോലും അവരൊക്കെ ഇതിലേക്ക് തിരിയുന്നു. നമ്മുടെ ദേവീ മാഹാത്മ്യം സൗന്ദര്യലഹരിയൊക്കെ എത്രയോ കമ്മ്യൂണിസ്റ്റുകാര് പഠിക്കാൻ തുടങ്ങിപ്പോ. കാരണം ഭാര്യമാരെ ഭർത്താക്കന്മാരെ പഠിപ്പിക്കാൻ തുടങ്ങി. നല്ല ലീഡേഴ്സാണ്, CPI ലീഡേഴ്സ്, CPM ലീഡേഴ്സ് ഒക്കെയാണ്. അവരുടെയൊക്കെ ഭാര്യമാര് നിരന്തരം പഠിച്ച് ഭർത്താക്കന്മാരെയും ചെറുതായിട്ട് കൊടുക്കാൻ തുടങ്ങി. ചില വകതിലുള്ള ഭർത്താക്കന്മാരൊക്കെ പഠിച്ചു തുടങ്ങി. കാരണം ഇനി കമ്മ്യൂണിസം വലിയ കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി. കാരണം കമ്മ്യൂണിസം ഇപ്പോ ആരുടെ കയ്യിലാണോ? പച്ചയായി കഴിഞ്ഞ് ചോപ്പ് മാറിയിട്ട്. അത് ഹിന്ദുക്കൾക്ക് കുറച്ചെങ്കിലും വിവരമുള്ളവർക്ക് മനസ്സിലാവണം. അവരെത്തി തല തിരിയാന്ന് പറയുന്നുണ്ട്. നമ്മളിനിയിപ്പോ ഇവരുടെ പുറകെ നമുക്ക് കാര്യമില്ല. പിണറായി മകളെ അടക്കം പച്ചയ്ക്ക് കൊടുത്തു കഴിഞ്ഞു, ആകെ പച്ചയ്ക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ള കാര്യം വരുന്നുണ്ട്. എല്ലാവരും തിരിച്ചു വരുന്നുണ്ട്, വരും. അധികം താമസിയാതെ എന്താ പറയുക, നമ്മുടെ ഹിന്ദുക്കളൊക്കെ തിരിച്ചു വന്നേ പറ്റൂ. ആ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ വീട്ടില് ധൈര്യം എടുത്തു. ഭഗവതിയുടെ അനുഗ്രഹം നല്ലോണം തീർച്ചയായിട്ടും. ഇതൊക്കെ കാലങ്ങളായിട്ട് എത്രയോ ആളുകൾ ഉപാസിച്ച് അതിന്റെ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ സൗന്ദര്യലഹരി സ്തുതി ഇപ്പൊ ആളുകൾ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്തെല്ലാം അനുഭവങ്ങളാണ് ഓരോരുത്തർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയോ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. ഞങ്ങൾ വിചാരിച്ചിരുന്ന എത്രയോ വർഷങ്ങളായിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ അവർക്ക് തുരുതുരുന്ന് നടക്കുന്നു. വിവാഹം കഴിയാത്ത അവിടെ വിവാഹങ്ങള്, കുട്ടികളുണ്ടാവാതിരുന്നവർക്ക് കുട്ടികള്, ജോലി കിട്ടാതിരുന്നവർക്ക് ജോലി, സൂക്കടുകാർക്ക് സൂക്കട് മാറിക്കൊണ്ടിരിക്കുക, വീട് കെട്ടാൻ പറ്റാത്തവർക്ക് വീട് കെട്ടുക, കിണർ കുത്താൻ വെള്ളമില്ലാന്ന് വിചാരിച്ചിരുന്നവർക്ക് കിണർ കുത്തിയപ്പോ വെള്ളത്തിന്റെ കളിയെന്നാണ് പറയുന്നത്. ഒരു മരുഭൂമി പോലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് ചുറ്റുപാടുള്ള വീടുകളിലൊന്നും അവർ കിണർ കുത്തിയിട്ടൊന്നും വെള്ളമേ ഇല്ല. അപ്പൊ ഇവര് കിണർ കുത്തണ്ട, വീട് കെട്ടണ്ട, ആ സ്ഥലം വിൽക്കാന്ന് വിചാരിച്ചിരുന്ന വാങ്ങാനോ ആളുകളിലെ വെള്ളമില്ല പറഞ്ഞത്. അങ്ങനെ 18 കൊല്ലമായിട്ട് വേണോ വേണ്ടേന്ന് പറഞ്ഞ് ഇരുന്നിരുന്ന ആ സ്ഥലത്ത് ദേവി ഈ സൗന്ദര്യലഹരി പഠിച്ചപ്പോ അമ്മയുടെ ഉള്ളില് പഠിച്ച അമ്മയുടെ ഉള്ളിൽ തോന്നി, ദേവി പറയുന്നു എന്നോട് ഇവിടെ കിണർ കുത്തി നോക്കാൻ എന്ന് പറഞ്ഞിട്ട് ആശാരിയെ വിളിച്ച് സ്ഥാനം നോക്കി കുറ്റി തറച്ച്, വീട്ടിലുള്ള കുറ്റിയും തറച്ചു, കിണറിലുള്ള സ്ഥാനം നോക്കി കിണർ പൊളിച്ചു. എത്രയോ അവരുടെ തിരുവനന്തപുരത്തെ കണക്കാ പറഞ്ഞത്. അടിക്കണക്കിന് എന്തോ വേറെന്തോ കണക്ക് പറഞ്ഞത് 13 അടി ഒന്നെന്തോ പൊളിച്ചുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പോഴേക്കും വെള്ളം അങ്ങനെ കുതിച്ച് ചാടുന്നത്. സാധാരണ കിണറല്ല, കുഴൽക്കിണറല്ല. പിന്നെ അവരേക്ക് എത്ര ഇറക്കി കുറെ കൂടി കുളിച്ചു. ഇപ്പൊ എന്താ വെച്ചാല് ആ നാട്ടിലുള്ളവർക്ക് മുഴുവൻ വെള്ളം കൊടുക്കാറായി. ഈ ഒരു 18 കൊല്ലമായിട്ട് മാറ്റി വെച്ചിരുന്ന സ്ഥലം ഇപ്പൊ വെള്ളം സമൃദ്ധമായിട്ട്. അപ്പൊ അത് ദേവി പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുക. എന്റെ എത്രയോ കാലമായിട്ടുള്ള വീട് കെട്ടാനുള്ള സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്, വീട് പണി തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് പറഞ്ഞത് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണാവർക്ക് മറ്റവർ കൊടുക്കില്ലേ, ക്രിസ്ത്യാനികളൊക്കെ കൊടുക്കില്ലേ. ഇതൊക്കെ ആക്ച്വലാണ്, യഥാർത്ഥ സംഭവമാണ്. അതൊക്കെ ഇല്ലാത്തത് പലതും കൊടുക്കും. ഇത് ഒരു ശരിക്കുള്ള സംഭവമാണ്. അപ്പൊ കൊടുക്കു പറഞ്ഞപ്പോ അവർ ശരി കൊടുക്കാം, സ്വാമി തന്നെ മാറ്റർ എഴുതി തരണം പറഞ്ഞത്. ഞാൻ എഴുതി കൊടുക്കാന്ന് പറഞ്ഞത്. ദേവിയുടെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് മാറ്റർ കൊടുക്കാം, അവര് പത്രത്തിൽ കൊടുക്കാന്ന് പറഞ്ഞു. അതുപോലെ ഓരോരുത്തർ കൊടുത്തു തുടങ്ങിയാലേ അറിയുള്ളൂ ജനങ്ങൾക്ക് നമ്മുടെ ദേവി ഉപാസനയുടെ ഫലം എത്ര ശക്തിയുള്ളതാണ്, എത്ര ഫലമുള്ളതാണ് എന്നുള്ളത്. വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കും. നമ്മുടെ രാഘവന്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കൂ, മൂപ്പര് കരഞ്ഞോണ്ടേ ഓരോ കഥകൾ പറയുള്ളൂ. അല്ലെ? പുരുഷോത്തമജി, രാഘവജി, അവർക്കൊക്കെ അത്രയും അനുഭവങ്ങളാണ് നമ്മുടെ ദേവി മാഹാത്മ്യത്തിലും ഇതിലൊക്കെ വന്നിട്ടുള്ള അനുഭവങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ
മാത്രമല്ല, നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ വരും തലമുറകൾക്കൊക്കെ ഇത് പകർന്നു കൊടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ഭക്തിയോടെ, ആത്മവിശ്വാസത്തോടെ, ശ്രദ്ധയോടെ ഇങ്ങനെയുള്ള സ്തുതികളൊക്കെ പഠിച്ച് വീടുകളിൽ നിത്യവും മുഴങ്ങട്ടെ. വേറെ വേണ്ടാത്ത TV സീരിയലുകളും എല്ലാ പരിപാടികളും പുറത്ത് ഈ സ്തുതികൾ ഇങ്ങനെ മുഴങ്ങണം. തീർച്ചയായിട്ടും അതിന്റെ ഫലം എല്ലാ വീടുകളിലും ഉണ്ടാവും. നമ്മൾക്കൊക്കെ എല്ലാ ഐശ്വര്യവും വന്നു ചേരുന്ന കുട്ടികളൊക്കെ നല്ല രീതിയിൽ ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലെ, ഇവിടുത്തെ നാട് വിട്ട് പോട്ടി വരിക, എല്ലാം നാട് വിട്ട് പോയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ. ആരുമില്ല അവിടെ, ഒക്കെ ഓൾഡ് ഏജ് ഹോമായിട്ട് മാറിയാണ് നമ്മുടെ വീടുകളൊക്കെ. അത് മാറണം, എല്ലാവരും തിരിച്ചു വരണം. നമുക്കൊക്കെ പ്രാർത്ഥിക്കാം. നമ്മളിവിടെ എത്തി. ഫലശ്രുതികൾ പോലെയുള്ള ആ ഭാഗമാണ് അല്ലേ? അപ്പോ ദേവിയുടെ ശരീര വർണ്ണന, കേശാദിപാദം വളരെ വിശദമായിട്ട് കണ്ടു. അതിനുശേഷം ദേവിയുടെ സഭാമണ്ഡപവും അവിടെയുള്ള ദേവിയെ സേവിക്കുന്നതായിട്ടുള്ള ആളുകളുടെ പേരുകളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞു. അത്രയും ഏതെല്ലാം സമൂഹത്തിലുള്ള ആളുകൾ ദേവിയെ സേവിച്ചുകൊണ്ട്, ദേവിയെ തൊഴുതുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട് ആ സഭയെ അലങ്കരിക്കുന്നു എന്നുള്ളത് എണ്ണി പറഞ്ഞു. അതിനുശേഷമാണ് നമ്മൾ ദേവിയുടെ ഐശ്വര്യപ്രദായകത്വം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വേണ്ടതായിട്ടുള്ള സർവ്വ ഐശ്വര്യങ്ങളെയും നൽകുന്നവളാണ് ദേവി. ദേവിയെ നമ്മൾ ഭജിക്കുകയും രണ്ടും വാരിക്കോരി നൽകുന്നവളാണ് എന്നർത്ഥം. അതിനെയാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. പുസ്തകം ചാകുശം പാശമാവിപ്രതീയേന സഞ്ചിന്യസേ ചേതസ തസ്യ വക്രാന്തരാ ഗദ്യപദ്യാത്മികാ ഭാരതീ നിസ്തരേ. അപ്പോൾ ദേവിയെ കൈകളിൽ സ്ഫടികം കൊണ്ടുള്ള അക്ഷമാലയും ജ്ഞാനസാരാത്മകമായ പുസ്തകവും അങ്കുശവും പാശവും ധരിച്ചിരിക്കുന്നവളായിട്ട് ഏതൊരുവനാൽ ചിന്തിക്കപ്പെടുന്നുവോ മനസ്സുകൊണ്ട് ചേതസ തസ്യ വക്രാന്തരാത് അവന്റെ വായിൽ നിന്ന്, അവന്റെ മുഖത്തിൽ നിന്ന് ഗദ്യപദ്യാത്മിക ഭാരതീ നിസ്സരേത്. അവൻ ഗദ്യരൂപത്തിലുള്ള സാഹിത്യങ്ങൾ രചിക്കാനും പദ്യരൂപത്തിലുള്ളതായ കൃതികൾ രചിക്കാനും രണ്ടിലും ഒരുപോലെ സാമർഥ്യമുള്ളവനായി, എന്താ പറയുക, പണ്ഡിതനായി, വിദ്വാനായി ലോകരാൽ ആരാധിക്കപ്പെടുന്നു എന്നാ പറഞ്ഞത്. തുടർന്ന് നമുക്ക് കാണാം. തസ്യ പശ്യാ സ്ത്രിയഃ പൂരുഷാഃ യേന വാ യാവകാമാകൃതിർഭാവ്യസേ തസ്യ പശ്യാ സ്ത്രിയഃ പൂരുഷാഃ. പുരുഷാഃ ദീർഘമാണ്, ഷാന്ന് ദീർഘമാണ്, ബഹുവചനം. സ്ത്രീയാഃ എന്നത് ബഹുവചനാണ്. അപ്പൊ പുരുഷന്മാരുടെ കാര്യത്തിലും ബഹുവചനം വേണം, പുരുഷാഃ. എന്താ പറയുന്നത്? ഏനവാ ഏതൊരുവനാലാണോ, യാതൊരുവനാലാണോ, യാവകാമാകൃതിർവാപ്യസേ യാവകാമ ആകൃതി. യാവകം എന്നുള്ളത് പരുത്തി അല്ലെങ്കിൽ പഞ്ഞി, ചെമ്പഞ്ഞി എന്നൊക്കെ അർത്ഥമാണ്. അപ്പൊ ചെമ്പഞ്ഞിയുടെ ചാപം യാവക ആഭ. ആഭ എന്ന് പറയുന്നത് നിറമാണ്, വർണ്ണമാണ്. അപ്പൊ യാവകത്തിന്റെ വർണ്ണത്തോടുകൂടിയ ആകൃതിയോടുകൂടി, യാവക ആഭയോടുകൂടിയ ആകൃതിയോടുകൂടെ ഭാവ്യസേ ഭാവന ചെയ്യപ്പെടുന്നു, ധ്യാനിക്കപ്പെടുന്നു. ആരായ ദേവി. ഇവിടെ യാവകാമാകൃതി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിച്ചത്? ചുവന്ന വർണ്ണം, അരുണവർണ്ണം എന്ന് തന്നെയാണ് നമ്മള് ധ്യാനിക്കാറില്ലേ? അരുണാം കരുണാതരംഗിതാംഗി
ദേവിയുടെ അരുണവർണ്ണത്തിലുള്ള ധ്യാനം, ചുവന്ന രൂപത്തിലുള്ളതായിട്ട് ദേവിയുടെ ധ്യാനം, അതിനാണ് ഇവിടെ പറയുന്നത് യാവക ആവ ആകൃതി. യാവകം ചെമ്പഞ്ഞിച്ചാണ് അതിന്റെ ആഭ, അതിന്റെ ശോഭ, അതിന്റെ കാന്തി, അതേ ആകൃതി, ചുവന്ന ആകൃതി, അരുണവർണ്ണത്തോടു കൂടിയ ആകൃതി. ആ ദേവിയെ, അരുണ ദേവിയെ ആരാണോ ഭാവന ചെയ്യുന്നത്, തസ്യ വശ്യാ സ്ത്രീയഃ പുരുഷഃ, അവന് വശ്യാഹ വശീകരിക്കപ്പെടുന്നു, അവനാൽ വശീകരിക്കപ്പെടുന്നു, അവന്റെ വശത്തായി തീരുന്നു. ആരൊക്കെ? സ്ത്രീയഃ പുരുഷാഃ, സ്ത്രീകളും പുരുഷന്മാരും. അപ്പൊ ലോകം മുഴുവൻ എല്ലാവരും തന്നെ അവന്റെ വശത്തായി തീരുന്നു എന്നർത്ഥമാണ്. അവന്റെ പുറകിൽ എല്ലാവരും അവന്റെ ആജ്ഞയ്ക്കനുസരിച്ച് യന്ത്രപാവകളെ പോലെ അവനെ പിന്തുടരും, ചലിക്കും എന്നർത്ഥം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവനും എല്ലാവർക്കും ബഹുമാനത്തിനുമായി തീരുന്നു ഇങ്ങനെ ദേവിയെ ധ്യാനിക്കുന്നവർ എന്നർത്ഥം. അപ്പൊ ലോകത്തെ എല്ലാവരെയും നമ്മളെ വശത്താക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ദേവിയെ, ചുവന്ന വർണ്ണത്തിലുള്ള ദേവിയെ ധ്യാനിക്കുക. അരുണാ കരുണാതരംഗിലാക്ഷി ധൃതമാസാങ്കുശ പുഷ്പബാണചാപ അണിമാതിരിലാവൃതാമയുഗൈ ആദിത്യേവ വിഭാവയേ ഭവാനി. അണിമാതിഭിः ആവൃതാമയുഗൈ, അണിമാതി സിദ്ധി ദേവതകള് ദേവിയെ സേവിക്കുന്നതായിട്ട്. അണിമ, മഹിമ, ഗരിമ, ലഹിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം ഇങ്ങനെയുള്ള സിദ്ധി ദേവതകൾ ദേവിയുടെ ഗോപുര കാവൽക്കാരാണ്. ദേവിയുടെ ചുറ്റും നിന്ന് ദേവിയെ സേവിക്കുന്നു. ദേവിയുടെ ഗോപുരത്തിന്റെ അവിടെ കാവൽക്കാരോട് ആര് ചെന്നാലും അവരാണ് ഓരോ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മളെ മടക്കി അയക്കും. അവർ തരുന്ന അനുഗ്രഹങ്ങളും വാങ്ങി മടങ്ങിപ്പോകുന്നവര് ദേവിയെ കാണില്ല. അവർ പ്രലോഭിപ്പിച്ച് അയക്കണം നമ്മളെ, അവക്കോളോ ഒക്കോളോ ഒക്കോളോ പറഞ്ഞിട്ട്. അപ്പൊ അവരുടെ പ്രലോഭനത്തിൽ വീഴാതെ ദേവിയുടെ അടുത്ത് എത്തണം നമ്മൾ. അതിനെന്ത് വേണമല്ല, അത്രയും നമുക്ക് തീവ്രത വേണം. ദേവിയുടെ അടുത്തേക്ക് എത്താനുള്ള തീവ്രത വേണം. ചിലരൊക്കെ ഈ അണിമാദികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ അതുകൊണ്ട് മടങ്ങിപ്പോകും. നമ്മൾ ആ കൊടുത്തും പാടില്ല, ദേവിയുടെ അടുത്ത് എത്തണം. അഹമിന്യേവ വിഭാവയേ ഭവാനി, ആ ദേവിയെ ഞാൻ തന്നെ എന്ന് ഭാവന ചെയ്യണം. ദേവിയും ഞാനും ഒന്നായി തീരണം. ദേവിയുടെ അടുത്തേക്ക് എത്തണമെങ്കിൽ മഹാദേവനാവണം ആദ്യം. മഹാദേവനെ പോലെ ദേവിയെ സ്നേഹിക്കണം. മഹാദേവൻ എങ്ങനെയാണ് ദേവിയെ സ്നേഹിക്കുന്നത്, അതുപോലെ നമ്മൾ ദേവിയെ സ്നേഹിച്ചാൽ മഹാദേവന് മാത്രമേ ദേവിയുടെ അന്തഃപുരത്തിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പൊ നമുക്കും മഹാദേവനായ അന്തഃപുരത്തിലേക്ക് പ്രവേശിക്കാം. ഇനി ദേവി തന്നെ ആവാം. ദേവി അനുഗ്രഹിക്കാൻ തയ്യാറാണ്. നമ്മളത് പ്രാർത്ഥിക്കേ വേണ്ടു. നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദേവി എന്നെ നീ ആക്ക എന്ന് ഭക്തി തുടങ്ങിയാൽ തന്നെ ദേവി ആക്കിക്കളയുമെന്നാണ്. അതാണ് സൗന്ദര്യലഹരിയിലൊരു ശ്ലോകം. ഭവാനി ത്വം ദാസേ മയി വിതത ദൃഷ്ടിം സകരുണാ ഇതി സ്തോതും വാഞ്ചൻ കലയതി ഭവാനി ത്വം ഇതിയഃ സതസ്മൈ ദിശതി നിജ സായുജ്യ പദവി മുകുന്ദ ബ്രഹ്മേന്ദ്ര മകുട നീരാജിത പദ എന്ന് വരുന്ന ഒരു ശ്ലോകം. എന്താണ്? ഭവാനി ത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണ ഇതി സ്തോതും വാഞ്ചൻ. ഇങ്ങനെയാണ് സ്തുതിക്കാൻ ആഗ്രഹിച്ചത്. ദേവിയോട് എന്താ പറയാൻ ആഗ്രഹിച്ചത്? ഹേ ഭവാനി, മയി എന്റെ നേർക്ക് അമ്മയുടെ കരുണയോടുകൂടിയ ദൃഷ്ടിയെ ഒന്ന് എറിയ വിതരാമെന്ന എറിഞ്ഞാലും ഒന്ന് കണ്ടെറിഞ്ഞാലും എന്റെ നേർക്ക് ദയോട് കൂടിയിട്ട് എന്ന് പറയാൻ തുടങ്ങുകയാണ്. പക്ഷെ അതിൽ ആദ്യത്തെ 2 വാക്യേ പറഞ്ഞുള്ളൂ.
പറഞ്ഞേ ഉള്ളൂ. അപ്പോഴേക്കും ദേവി എന്ത് ചെയ്തു? തദൈവത്വം ദിശസി തസ്മൈ നിജ സായുജ്യ പദവിയും എന്നാണ്. അപ്പൊ തന്നെ ദേവി തന്റെ സായുജ്യ പദവിയെ, താനുമായിട്ട് ഐക്യത്തെയാണ് കൊടുക്കുന്നത്. എന്താ കാരണം? ഭവാനിത്വം എന്ന് പറഞ്ഞു. ഭവാനിത്വം എന്ന് പറഞ്ഞാൽ ഭവാനിയുടെ ഭാവം. അത്രേ പറഞ്ഞുള്ളൂ, എനിക്ക് ഭവാനി ആവണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ രണ്ട് വാക്കിനെ മാത്രം എടുത്തപ്പോ അർത്ഥം മാറി. പക്ഷെ ദേവി അത് എടുത്തുള്ളൂ. ആദ്യത്തെ രണ്ട് വാക്കെടുത്തിട്ട് ഇവൻ പ്രാർത്ഥിച്ചത് എനിക്ക് അമ്മയാവണം എന്നാണ്. മകനെ വിളിച്ചോ, അമ്മയായിക്കോ. അപ്പൊ അത്രയ്ക്കും ക്ഷിപ്രപ്രസാദിനിയാണ് അമ്മ. ചോദിച്ചതിലും അധികം കൊടുക്കുന്നവളാണ് അമ്മ. ചോദിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കൊടുക്കുന്നവളാണ് എന്നൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകം. അങ്ങനെ ഭവാനി ആയിക്കഴിഞ്ഞാലോ ദേവി ആയിക്കഴിഞ്ഞാലോ നമ്മുടെ കാലത്ത് ബ്രഹ്മാവും ഇന്ദ്രനും വിഷ്ണു ഒക്കെ വന്ന് കിരീടം കൊണ്ട് നമസ്കരിക്കും. ആ പദവിയാണ് നമുക്ക് തരുന്നത് എന്നാണ് പറയുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഭവാനിത്വം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് തന്റെ തന്നെ പദവി കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നു. അത്ര കരുണാമൂർത്തിയാണ് ദേവി, അത്ര ക്ഷിപ്രപ്രസാദിനിയാണ്. ആ ദേവിയെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. അതാണ് ഇവിടെ പറഞ്ഞത്. അടുത്തവർ ലക്ഷ്മി സഹസ്രൈ പരിക്രീഡതേ ഏതൊരുവനാലാണോ ശാതകുംഭദ്യുതി. ശാതകുംഭം എന്നത് സ്വർണത്തിന്റെ പര്യായമാണ്. ശാതകുംഭം എന്നത് സ്വർണത്തിന്റെ പര്യായമാണ്. ശാതകുംഭദ്യുതി എന്ന് പറഞ്ഞാലോ സ്വർണത്തിന്റെ ശോഭയുള്ള ദേവിയെ. ദേവിക്ക് പല ഭാവങ്ങളുണ്ട്. അരുണഭാവം, വെളുത്ത ഭാവം, കറുത്ത ശ്യാമളാഭാവം, സ്വർണത്തിൻ്റെതായിട്ടുള്ള ഭാവം, ഇങ്ങനെ പല ഭാവങ്ങളുണ്ട്. അതിൽ ശാതകുംഭദ്യുതിയോടുകൂടിയ ദേവിയെ ഏതൊരുവനാൽ ഭാവിക്കപ്പെടുന്നുവോ ധ്യാനിക്കപ്പെടുന്നുവോ സോമി അവനും ലക്ഷ്മി സഹസ്രൈ പരിക്രീഡത. ആയിരക്കണക്കിന് ലക്ഷ്മികളോടുകൂടെ അവൻ പരിക്രീഡനം ചെയ്യുന്നു, നിരന്തരം ക്രീഡിക്കുന്നു എന്ന് പറഞ്ഞാലോ എല്ലാ ലക്ഷ്മികളുടെയും ഐശ്വര്യം, സമൃദ്ധി അവന് വന്നു ചേരുന്നു എന്നർത്ഥം. എല്ലാവരെയും ലക്ഷ്മി എന്ന് പറയാം അല്ലെ. സൗന്ദര്യ ലക്ഷ്മിയാണ്, സമ്പത്ത് ലക്ഷ്മിയാണ്, വിദ്യ ലക്ഷ്മിയാണ്, സന്തതി ലക്ഷ്മിയാണ്, കീർത്തി ലക്ഷ്മിയാണ്, രാജ്യം ലക്ഷ്മിയാണ്, ഭൂമി ലക്ഷ്മിയാണ്, ഗൃഹം ലക്ഷ്മിയാണ് അല്ലെ. നമ്മൾ ഗൃഹലക്ഷ്മി എന്നാ പറയാ. ധാന്യം ലക്ഷ്മിയാണ്, ധനം ലക്ഷ്മിയാണ്, എല്ലാം ലക്ഷ്മിയാണ്. അങ്ങനെയുള്ള എല്ലാ ലക്ഷ്മികളാലും ഇതിന്റെയൊക്കെ അതിദേവതകളാണ് ലക്ഷ്മി ഭാവം. അപ്പൊ ഈ ദേവതകളൊക്കെ ഇവരെ സേവിക്കുന്നു എന്നർത്ഥം. അപ്പൊ സ്വർണവർണ്ണത്തിലുള്ള ആ ദേവിയെ ആരാണോ നിരന്തരം ധ്യാനിക്കുന്നത്, മഹാലക്ഷ്മിയാണ് ഈ സ്വർണവർണ്ണം. അപ്പൊ മഹാലക്ഷ്മിയായി ആരാണോ ധ്യാനിക്കുന്നത് അവർക്ക് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് സകല ഐശ്വര്യങ്ങളും വന്നു ചേരുന്നു. ലക്ഷ്മി സഹസ്രൈ പരിക്രീഡതേ കിന്ന സിദ്ധ്യേദ്വപുശ്യാമളം കോമളം ചന്ദ്രചൂടാന്വിതം താവകം ധ്യായത തസ്യ ദീനാ സരോവാരിലി തസ്യ കേളീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂതലം തസ്യ ധീർദേവതാ കിങ്കരി തസ്യ ജാത്യാകരി ശ്രീ സ്വയം കിന്ന സിദ്ധ്യേദ്വപുശ്യാമളം കോമളം ചന്ദ്രചൂടാന്വിതം താവകം
ദേവിയോട് ചോദിക്കണം. കിം ന സിദ്ധ്യേത്, കിം എന്ത്, ന ഇല്ല സിദ്ധ്യേത് സിദ്ധിക്കുക. അപ്പൊ എന്ത് തന്നെ സിദ്ധിക്കുകയില്ല. ആർക്ക്? വപുഹു തവ. എങ്ങനെയാണ്? താവകം വപുഹു ശ്യാമളം കോമളം ചന്ദ്രചൂടാത്മികം ധ്യായതഃ. അവിടെ വിസർഗമുണ്ട്. ആ വിസർഗം ലോപിച്ചിട്ടില്ല, അങ്ങനെ ചൊല്ലേണ്ടതാണ്. ധ്യായതഃ ധ്യായതഃ വിസർഗമുണ്ട്. ധ്യാനിക്കുന്നവന് എന്നാണ് എന്റെ അർത്ഥം. ധ്യായതഃ എന്ന പഞ്ചമി അർത്ഥമാണ്, അല്ല ഷഷ്ടി അർത്ഥമാണ് ഇവിടെ. ധ്യാനിക്കുന്നവന്. എങ്ങനെ ധ്യാനിക്കുന്നത്? ദേവിയുടെ വപുസ് താവകം ബഹു. താവകം എന്നുള്ള താവകം നിന്റേതായ വപുസിനെ മൂർത്തിയെ ശ്യാമള വർണ്ണത്തിന്. ഓരോന്നും ഓരോ വർണ്ണമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. ചുവന്ന വർണ്ണത്തിലുള്ളതിനെ പറഞ്ഞു, പിന്നെ സ്വർണ്ണവർണ്ണം പറഞ്ഞു, ഇപ്പൊ ശ്യാമള വർണ്ണത്തിലുള്ളതായിട്ടുള്ള ദേവിയെ വർണ്ണിക്കുന്നു. അങ്ങനെയുള്ള ശ്യാമളവും കോമളം വളരെ മൃദുവായതും ചന്ദ്രചൂടാത്മികം. ചൂടയിൽ അഥവാ ശിരസിൽ ചന്ദ്രനെ അലങ്കാരമാക്കിയിരിക്കുന്നതുമായിട്ട് ചന്ദ്രക്കല പുതിയതുമായിരിക്കുന്ന താവകം ബഹുഹു ധ്യായതഃ. ധ്യാനിക്കുന്നവന് എന്ത് തന്നെ ലഭിക്കുകയില്ല. കാരണം ലഭിക്കാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് പറയാനായിരിക്കും എളുപ്പം. ലഭിക്കുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞാൽ തീരാൻ പോകുന്നില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ എന്ത് തന്നെ ലഭിക്കുകയില്ല. എല്ലാം ലഭിക്കും. എളുപ്പത്തിൽ ഉത്തരം പറയാം. എല്ലാം ലഭിക്കുന്നതാണ് ഉത്തരം. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതാണ് ഈ ചോദ്യത്തിന്റെ താല്പര്യം എന്നർത്ഥം. കൈമുതിക ന്യായം എന്ന് പറയുന്ന ഒരു ന്യായം. ആ ഒരു ന്യായത്തിലാണ് അവിടെ ചോദിക്കുക. പറയേണ്ട കാര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താണ്? എന്തൊക്കെ ലഭിക്കുന്നു? എന്തായി തീരുന്നവൻ? തസ്യ ലീലാസരോ വാരിധി. വാരിധി എന്ന് പറഞ്ഞാൽ സമുദ്രം. സമുദ്രം അവന്റെ വെറും കളിപ്പൊയ്കയായി തീരുന്നു. ലീലാസരസ് സ്വിമ്മിംഗ് പൂള്. അവന് ലോകത്തിലുള്ള 7 സമുദ്രങ്ങളും വെറും സ്വിമ്മിംഗ് പൂൾ പോലെയായി തീരുന്നു എന്ന് പറഞ്ഞാലോ, അവന് ഈ സമുദ്രങ്ങളുടെ മേലെയൊക്കെയുള്ള ആധിപത്യം ഉണ്ടാകുന്നു. അവൻ സർവ്വഭൂമിയുടെയും അധിപനും അത്രയ്ക്ക് കഴിവുള്ളവനുമായി തീരുന്നു. അവന് ഈ സമുദ്രങ്ങളെല്ലാം വെറും സ്വിമ്മിംഗ് പൂളുകൾ പോലെ ആയിത്തീരുന്നു. തസ്യ ലീലാസരോ വാരിധി തസ്യ കേളീവനം നന്ദനം. അവന്റെ കേളീവനമാണ് നന്ദനവനം. നന്ദനം ദേവേന്ദ്രന്റെ ഉദ്യാനമാണ്. സ്വർഗത്തിലുള്ള ദേവേന്ദ്രന്റെ ഉദ്യാനത്തിന്റെ പേരാണ് നന്ദനവനം. ആ നന്ദനം അവന് വെറും കേളീവനം. അവന് കളിക്കാനുള്ള ഉദ്യാനം മാത്രമാണ് നന്ദനം. എപ്പോ ആണെങ്കിൽ അവൻ നന്ദനവനത്തിൽ പ്രവേശനമുണ്ട്. ആരും തടയില്ല. ഇന്ദ്രനൊന്നും തടയാൻ ശക്തിയില്ലാവില്ല. കാരണം ദേവി അനുഗ്രഹിച്ച ഒരാളെ ഇന്ദ്രനെങ്ങനെ തടയാൻ പറ്റും? അതുകൊണ്ട് അവന് ഇന്ദ്രന്റെ പദവി പോലും നിസ്സാരമാണ് എന്നർത്ഥം. വേണമെങ്കിൽ ഇന്ദ്രന്റെ പദവി ദേവി കൊടുക്കും. ഇന്ദ്രന്റെ പദവി കിട്ടുമ്പോഴാണല്ലോ നന്ദനം അവന്റെ സ്വന്തമായി മാറുക, അല്ലേ? അപ്പൊ അവൻ എപ്പോ വേണമെങ്കിലും ഇന്ദ്രന്റെ പദവിയിലേക്കും പോകാം, നന്ദനവനത്തിലും കളിക്കാം. ഇനി വാരിധി അവന്റെ ലീലാസരസാവുന്നു എന്ന് പറയുമ്പോ വേണമെങ്കിൽ വരുണന്റെ പദവിയുമായി, അല്ലേ? അവന് വരുണന്റെ പദവിയും ഇന്ദ്രന്റെ പദവിയും ഒക്കെ നിസ്സാരമെന്ന് അർത്ഥം. തസ്യ ഭദ്രാസനം ഭൂതലം. ഭൂതലം ഭൂമി മുഴുവൻ അവന്റെ ഭദ്രാസനമായി മാറുന്നു. അവന്റെ സിംഹാസനമായി, അവന്റെ ഇരിപ്പിടമായി, അവൻ എവിടെ വേണമെങ്കിലും ഇരിക്കുക. എല്ലാം ഭൂമി മുഴുവൻ അവന്റെ സ്വന്തം സാർവഭൗമ ചക്രവർത്തിയായി മാറുന്നു. അവൻ ഭൂമിക്ക് മുഴുവൻ ഉടമസ്ഥനായി തീരുന്നു. തസ്യ ഭദ്രാസനം ഭൂതൽ. എവിടെയെങ്കിലും ഇരുന്നാൽ ആരും അവനെ എണീപ്പിച്ചുകൂടാൻ ധൈര്യപ്പെടില്ല. നമ്മളൊക്കെ എവിടെയെങ്കിലും പോയിരുന്നാൽ എണീക്കെന്ന് പറയുന്ന ആൾക്കാർ വരും. പക്ഷെ ദേവിയുടെ ഭക്തന്മാർക്ക് എവിടെ ഇരുന്നാലും അവരുടെ തറവാടാണത്, സ്വന്തമാണത്. തസ്യ ഭദ്രാസനം ഭൂതലം. തസ്യ ഗീർദേവത കിങ്കരി. ഗീർദേവത, ഗീഹി എന്ന വാക്ക്. ഗീർദേവത വാഗ്ദേവത സരസ്വതി. സരസ്വതി അവന്റെ ആജ്ഞാകാരി മാത്രമാണ്, കിങ്കരിയാണ്.
പറഞ്ഞത് കേൾക്കാൻ തയ്യാറായിട്ട് ദാസിയായിട്ട് അവന്റെ കൂടെ പോകും. അതാണ് തസ്യ ധീർദേവതാ കിങ്കരി തസ്യ ആജ്ഞാകരി ശ്രീ സ്വയം. ഐശ്വര്യ ദേവത ലക്ഷ്മി എന്നാണ് പറയാ. തസ്യ ആജ്ഞാകരി, ശ്യാമളാദേവിയെ ഭജിക്കുന്നവന്റെ ആജ്ഞാകരിയായിത്തീരുന്നു. അവൻ ആജ്ഞാപിക്കുന്നു, അത് ചെയ്യുന്നവൾ ദാസി മാത്രമായി മാറുന്നു. ആര്? ലക്ഷ്മി ദേവി. ശ്രീ ശ്യാമളാദേവിയെ ശ്യാമളം കോമളം മധു എന്ന് പറയുന്നത്. അപ്പൊ ശ്യാമളാദേവിയെ ഉപാസിക്കുന്നവർക്ക് ലക്ഷ്മി ദേവിയും സരസ്വതിയും ഒക്കെ കിങ്കരിമാരായി ദാസിമാരായി മാറുന്നു. പറഞ്ഞാൽ കേൾക്കുന്നവരായി തീരുന്നു. ഭൂമി മുഴുവൻ അവർക്ക് സ്വന്തമാകുന്നു. ഇന്ദ്രന്റെ പദവി അവർക്ക് നിസ്സാരമാകുന്നു. സമുദ്രം അവർക്ക് വെറും കളിപ്പൊയ്കയായി മാറുന്നു. ശ്യാമളം കോമളം ചന്ദ്രചൂടാന്വിതം താവകം ധ്യായത തസ്യ ലീലാസനോ മാലിനി തസ്യ കേളീവനം നന്ദനം തസ്യ ഭദ്രാസനം ഭൂഗലം തസ്യ ദേവതാ കിങ്കരി തസ്യ ചാജ്ഞാകരി ശ്രീ സ്വയം. അവസാനത്തെ വർണ്ണനയാണ്. ദേവി തന്നെയാണ് എല്ലാം. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു അണു മുതൽ ബ്രഹ്മാവ് വരെയുള്ള സകലവും ദേവി തന്നെയാണ്. ദേവിയിൽ നിന്ന് അന്യമായിട്ടുള്ള ഒന്നുമില്ല. എങ്കിലും ചില വിഭൂതികളെ, ചില വിശേഷമായിട്ടുള്ള സ്ഥാനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് ദേവി നീയല്ലേ ഇതെല്ലാം, നീ തന്നെയല്ലേ ഇതെല്ലാം, നീ തന്നെയല്ലേ എല്ലാം എന്ന് പറഞ്ഞ് കുറെ ലിസ്റ്റ് എടുത്ത് വായിക്കുകയാണ്, ലിസ്റ്റ് എടുത്ത് പറയുകയാണ്. എല്ലാം ദേവി തന്നെയാണ് എന്നുള്ള ദേവിയുടെ സർവാത്മ ഭാവം നമ്മുടെ ഉള്ളില് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ദേവി സർവാത്മികയാണ്. അതിന് ചില എക്സാമ്പിൾസ് മാത്രം എടുത്തു. ഇത് നീയല്ലേ, ഇത് നീയല്ലേ, ഇത് നീയല്ലേ, ഇത് നീയല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാം നീ തന്നെ. ഇപ്പൊ എന്താ ബാക്കിയുള്ളത്? ഒന്നും ബാക്കിയില്ല, എല്ലാം ദേവി തന്നെ. അപ്പൊ ഇത് സ്തുതിച്ച് സ്തുതിച്ച് നമ്മുടെ ഉള്ളില് എവിടെ നോക്കിയാലും എന്ത് കണ്ടാലും ദേവിയെ കാണാറാവും, ദേവിയുടെ അനുഗ്രഹം കാണാറാവും. കാരണം ദേവിയുടെ അനുഗ്രഹമാണ് ഈ പ്രപഞ്ചം. ഈ പ്രകൃതി എന്നുള്ളത് ദേവി തന്നെയാണ്, ദേവിയുടെ വിഭൂതിയാണ് ഈ പ്രപഞ്ചം. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രപഞ്ചത്തിൽ എന്ത് കണ്ടാലും ദേവിയെ കാണാറാവണമെന്നുണ്ട്. सर्वतीर्थात्मिके सर्वतंत्रात्मिके सर्वमंत्रात्मिके सर्वयंत्रात्मिके सर्वचक्रात्मिके सर्वशक्त्यात्मिके सर्वपीठात्मिके सर्वतत्त्वात्मिके सर्वविद्यात्मिके सर्वयोगात्मिके सर्वनादात्मिके सर्ववर्णात्मिके सर्वशब्दात्मिके सर्वविश्वात्मिके सर्वदीक्षात्मिके सर्ववर्गात्मिके सर्वसर्वात्मिके सर्वगे सर्वरूपे हे जगन्मातृके पाहि मां पाहि मां पाहि मां देवी तुभ्यं नमो देवी तुभ्यं नमो
ദേവി തുഭ്യം നമഃ. സർവകീർത്താത്മികേ തന്ത്രാത്മികേ സർവമന്ത്രാത്മികേ സർവയന്ത്രാത്മികേ സർവചക്രാത്മികേ സർവശക്യാത്മികേ സർവദീനാത്മികേ സർവതത്വാത്മികേ സർവവിദ്യാത്മികേ സർവയോഗാത്മികേ സർവജാതാത്മികേ സർവവർണ്ണാത്മികേ സർവശബ്ദാത്മികേ സർവവിശ്വാത്മികേ സർവദീക്ഷാത്മികേ സർവവർഗാത്മികേ സർവസർവാത്മികേ സർവകേ സർവരൂപേ ഹേ ജഗന്മാതൃകേ പാഹി മാം പാഹി മാം പാഹി മാം. ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമഃ. ഈ ഇതില് വേറെ പുസ്തകങ്ങളിലൊക്കെ മാറ്റങ്ങളൊക്കെ കാണാം, ഇഷ്ടംപോലെ മാറ്റം കാണാം. എല്ലാം നീ തന്നെ എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ കാലം കൊണ്ട് പലരും പകർത്തി എഴുതിയപ്പോ ചിലത് വിട്ടുപോയി, അപ്പൊ പകരം ചിലത് കൂട്ടി. എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് കാളിദാസൻ അതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആ കവിയുടെ ഹൃദയം ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ പാഠഭേദം ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. എല്ലാം നീ തന്നെ എന്ന് വർണ്ണിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ സർവതീർത്ഥാദികേ, എല്ലാ തീർത്ഥവും നീ തന്നെ ദേവി. തീർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മെ പാപത്തെ തരണം ചെയ്യാൻ സഹായിക്കുന്ന സ്ഥാനം. പാപം തരിപ്പിക്കുന്നത്, തരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ തരണം ചെയ്യിപ്പിക്കുക, മറുകര കടക്കുക. അപ്പൊ പാപമാകുന്ന സാഗരത്തെ നമ്മൾ ചെയ്ത പാപങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നത്. നമ്മുടെ ദുഃഖങ്ങൾ ഇല്ലാതാവാൻ എന്തില്ലാതാവണം? നമ്മുടെ പാപങ്ങൾ നശിക്കണം. ആ പാപങ്ങളെ നശിപ്പിക്കുന്ന, പാപങ്ങളെ തരണം ചെയ്യിപ്പിക്കുന്ന സ്ഥാനങ്ങളാണ് തീർത്ഥങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ എവിടെ പോയാൽ നമ്മുടെ മനസ്സ് വളരെ ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് വരുമോ, സത്വഗുണം വർദ്ധിച്ചു വരുമോ, നല്ല ചിന്തകൾ, ശുഭചിന്തകൾ ഉണ്ടാകുമോ, അതൊക്കെ എന്താണ്? തീർത്ഥ സ്ഥാനങ്ങളാണ്. പല ഗംഗ, യമുന, കാവേരി, സരസ്വതി മുതലായിട്ടുള്ള നദികളാവാം, സമുദ്രം, ഏറ്റവും എല്ലാ തീർത്ഥങ്ങളും വന്നു ചേരുന്ന സ്ഥാനമാണ്. അപ്പൊ ഒരു സമുദ്രം കാണുമ്പോൾ നമ്മുടെ മനസ്സില് എല്ലാ തീർത്ഥങ്ങളുടെയും ഓർമ്മ വരും. മാത്രമല്ല നമ്മൾ സമുദ്രം കാണുമ്പോൾ നമ്മുടെ മനസ്സ് വികസിക്കും. സമുദ്രം കണ്ടുകൊണ്ടിരിക്കുന്നത് ആനന്ദമാണ്. വേണ്ടാത്തൊന്നും അധികം തോന്നില്ല നമ്മുടെ മനസ്സിൽ. കാരണം ആ സമുദ്രം നമ്മളെ കീഴ്പ്പെടുത്തും. സമുദ്രത്തിൽ നമ്മുടെ മനസ്സിനെ അങ്ങനെ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട്. ആ സമുദ്രത്തെ നോക്കിയിരുന്നാൽ തന്നെ നമ്മുടെ മനസ്സ് അറിയാതെ വികസിക്കും, വിശാലമാകും. അപ്പോൾ സമുദ്രവും നദികളും എല്ലാം തീർത്ഥസ്ഥാനങ്ങളാണ്. മഹാത്മാക്കൾ തപസ് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ അവിടെ പോകുമ്പോൾ നമുക്കൊരു ദിവ്യമായിട്ടുള്ള ഒരു പ്രേരണ ഉള്ളിൽ നിന്ന് ഉണ്ടാകും. അതുപോലെ ക്ഷേത്രങ്ങൾ, പ്രാചീനങ്ങളായിട്ടുള്ള മഹാത്മാക്കൾ പൂജിച്ച വിഗ്രഹങ്ങൾ കൊണ്ടുള്ള ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ ഭഗവാൻ ഏതെങ്കിലും മഹാത്മാക്കളെ അനുഗ്രഹിക്കാൻ സ്വയം ആവിർഭവിച്ചതായിട്ടുള്ള സ്വയംഭൂ സ്ഥാനങ്ങൾ, ഇങ്ങനെ എവിടെയൊക്കെ പോയാൽ നമുക്ക് ആ മനസ്സ് ഈശ്വരീയമായിട്ടുള്ള സൽചിന്തകൾ കൊണ്ട് നിറയുന്നതൊക്കെ തീർത്ഥസ്ഥാനങ്ങളാണ്. ആ തീർത്ഥങ്ങളൊക്കെ ദേവി നീ തന്നെയാണ്. ആ തീർത്ഥത്തിന് ഏത് പേരായിക്കോട്ടെ, ആരുടെ പേരിൽ വേണമെങ്കിൽ അറിയിക്കപ്പെട്ടോട്ടെ, ഏത് ദേവത വേണമെങ്കിൽ അവിടെ ആരാധിക്കപ്പെടട്ടെ, അവിടെയൊക്കെ നീ തന്നെയാണ് അതിനെ പവിത്രമാക്കുന്നത്. സർവതീർത്ഥാത്മികേ സർവതന്ത്രാത്മികേ. തന്ത്രം എന്ന് പറഞ്ഞാലും പൂജാവിധികളാണ്. ദേവിയെ പൂജിക്കുന്നതായിട്ടുള്ള പലതരം തന്ത്രങ്ങളുണ്ട്. വാമകേശ്വര തന്ത്രം, അല്ലെങ്കിൽ വാമതന്ത്രം, അല്ലെങ്കിൽ എന്താ പറയുക, പലതരത്തിലുള്ള പൂജാ സമ്പ്രദായം, സമയാചാരം, കൗളാചാരം, വാമാചാരം, ഇങ്ങനെ പലതരത്തിലുള്ള പൂജാവിധികളുണ്ട്. അതിനൊക്കെ തന്ത്രം എന്ന് പറയാം.
ദേവിയെ ആരാധിക്കുന്ന തന്ത്രം. ഇനി ഏറ്റവും വലിയ തന്ത്രമാണ് ശ്രീവിദ്യാമന്ത്രം. ശ്രീവിദ്യാമന്ത്രം കൊണ്ട് ദേവിയെ ഉപാസിക്കുന്നതായിട്ടുള്ള സമ്പ്രദായം ആ തന്ത്രം. അപ്പോ ആ തന്ത്രവും എല്ലാ തന്ത്രവും ശ്രീവിദ്യാതന്ത്രത്തിൽ എല്ലാ തന്ത്രങ്ങളും അടങ്ങിയിരിക്കുന്നു എന്നും സങ്കല്പം. അത്ര പവിത്രമായിട്ടുള്ള അത്രയും മഹത്വമേറിയ തന്ത്രമാണ് ദേവി ഉപാസകന്മാർക്ക് ശ്രീവിദ്യാതന്ത്രം. അപ്പൊ അങ്ങനെ സർവതന്ത്രവും ദേവി തന്നെയാകുന്നു. ദേവിയെ ഉപാസിക്കുവാനുള്ള മാർഗങ്ങളെല്ലാം ദേവി തന്നെ. സർവമന്ത്രാത്മികേ, മന്ത്രങ്ങൾ പലതുണ്ട് ദേവിക്ക്. ഏകാക്ഷരം മുതൽക്ക് അനേകാക്ഷര മന്ത്രങ്ങളുണ്ട്. ത്രിയക്ഷരം ആണ് ബാലാമന്ത്രം. നവാക്ഷരികൾ ഇഷ്ടം പോലെയുണ്ട്. പഞ്ചദശാക്ഷരി മന്ത്രം, ത്രിപുരസുന്ദരി മന്ത്രം, ഷോഡശാക്ഷരി ശ്രീവിദ്യാമന്ത്രം. ഇങ്ങനെ അനേക മന്ത്രങ്ങൾ ദേവിയെ സംബന്ധിച്ചതുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ ദേവിയുടെ തന്നെ സ്വരൂപമാണ്. ദേവി തന്നെ അനുഗ്രഹിച്ച് തന്നിട്ടുള്ള മന്ത്രങ്ങളാണ്. എന്നെ പിടിക്കാനില്ല, ഞാൻ തന്നെ നിങ്ങൾക്ക് വഴി തന്നിരിക്കുകയാണ്, എന്നിലേക്ക് എത്തിച്ചേരാനുള്ള വഴി എന്നവർക്ക് പല മന്ത്രങ്ങളിലൂടെ മനനം ചെയ്താൽ നമുക്ക് ദേവിയിലേക്ക് എത്തിച്ചേരാം. സർവമന്ത്രാത്മികേ സർവതന്ത്രാത്മികേ. യന്ത്രങ്ങളുള്ള പലതരത്തിലുള്ളതായിട്ട് ചക്രങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനം ശ്രീചക്രം എന്നുള്ളതായിട്ട് ചക്രം. അപ്പൊ അങ്ങനെയുള്ള ശ്രീചക്രം മുതലായ സർവയന്ത്രങ്ങളുടെയും ആത്മാവായിരിക്കുന്നവളെ, സ്വരൂപമായിരിക്കുന്നവളെ, ആ ചക്രങ്ങൾക്കൊക്കെ ശക്തി പകർന്നു കൊടുക്കുന്നവളെ. ആ ചക്രങ്ങളിലൊക്കെ ആരുടെ സാന്നിധ്യമാണ്? ദേവിയുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് ആ ചക്രത്തിന് മഹത്വം. സർവയന്ത്രാത്മികേ സർവചക്രാത്മികേ. ഇവിടെ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഷഡ്ചക്രങ്ങൾ. മൂലാധാരം, മണിപൂരകം, സ്വാധിഷ്ഠാനം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, ഇതൊക്കെ ചക്രങ്ങളായിട്ടുള്ള സങ്കല്പം. അപ്പൊ ഈ ചക്രങ്ങളിലും അവയിൽ ചൈതന്യമായിരിക്കുന്നതും നീ തന്നെയാണ്. സർവചക്രങ്ങളും നീ തന്നെയാണ്. സർവചക്രാത്മികേ സർവശക്തിയാത്മികേ. പലതരത്തിലുള്ളതായിട്ടുള്ള ശക്തികൾ ഉണ്ട്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നൊക്കെ അതില് ഏതാനും ചില ശക്തികൾ മാത്രം. പ്രധാനപ്പെട്ട ശക്തികളാണ് ഈ മൂന്ന് ശക്തികൾ: ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി. പിന്നെ ഇതിന്റെ അവാന്തര ശക്തികൾ വേറെ ഉണ്ട്. അപ്പൊ ആ ശക്തികളെല്ലാം ദേവി തന്നെയാണ് എന്നർത്ഥം. തമിഴ്നാട്ടില് ദേവീ ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയാൽ ദേവീ ക്ഷേത്രത്തിലുള്ള അവിടെ ദേവിയും സാന്നിധ്യം ഉണ്ടാവും. അപ്പം മുഖ്യ വാതിലൂടെ നമ്മൾ തൊഴുതിട്ട് പ്രദക്ഷിണം വയ്ക്കുമ്പോ ആ മൂന്ന് ഭാഗത്തും മൂന്ന് ശക്തികളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? തമിഴ് വായിക്കാൻ അറിയണം അല്ലേ? തമിഴ് വായിക്കാൻ അറിഞ്ഞാൽ അറിയാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്ത് ഇച്ഛാശക്തി, പിന്നിൽ ക്രിയാശക്തി, ജ്ഞാനശക്തി. വടക്ക് ഭാഗത്ത് മൂന്ന് ചുമലില്, ശ്രീകോവിലിന്റെ മൂന്ന് ഭാഗത്ത് മൂന്ന് ചുമലില് ഈ ശക്തികളായിട്ട് ദേവിയെ, ആ ഉള്ളിലുള്ള ആള് തന്നെയാണ് ഈ പുറത്ത് മൂന്ന് ശക്തികളായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തികളായിട്ട് മൂന്ന് ഭാഗത്ത് കാണാം. അപ്പൊ ഇതൊക്കെ ദേവിയുടെ തന്നെ സ്വരൂപങ്ങളാണ്. സർവശക്തിയാത്മികേ സർവപീഠാത്മികേ. ദേവി ഉപാസനയിലുള്ളതായിട്ടുള്ള പല സമ്പ്രദായങ്ങളാണ്. പീഠങ്ങളെ കൊണ്ട് സങ്കല്പിച്ചുകൊണ്ട് ദേവിയെ പൂജിക്കുക എന്നുള്ളത്. പല പേരുകളിൽ അറിയപ്പെടുന്ന പീഠങ്ങളുണ്ട്. യോനി പീഠം മുതലായിട്ടുള്ള പീഠങ്ങൾ. ഇനി ദേവിയുടെ വാസസ്ഥാനങ്ങൾ പീഠങ്ങളായിട്ട് അറിയപ്പെടുന്നു. 51 ശക്തിപീഠങ്ങൾ ഭാരതത്തിലുണ്ട്. എന്താണത്? പണ്ട് ദക്ഷപുത്രിയായ സതീദേവി ദേഹത്യാഗം ചെയ്തപ്പോ മഹാദേവൻ വൃദ്ധനായിട്ട് സതിയുടെ ദേഹവും എടുത്ത് താണ്ഡവം ചെയ്തു എന്ന് കഥ. ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഒരു ക്രോധത്തോടുകൂടെ മഹാദേവൻ നൃത്തം വെച്ചതായിട്ട്, അല്ലെങ്കിൽ താണ്ഡവം ചെയ്യുന്നതായിട്ട് സമയത്ത് മഹാദേവന്റെ മനസ്സ് മാറ്റാനായിക്കൊണ്ട് വിഷ്ണു തന്റെ ചക്രം കൊണ്ട് ഈ സതീദേവിയുടെ ശരീരത്തെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഓരോ ഭാഗത്തേക്കും വീശിയിട്ടും വലിച്ച് ഇട്ടും.
അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് സതിയെ മാറ്റാനും ആ ക്രോധം ശമിപ്പിക്കാനുമായിട്ട് ആ സതീദേവിയുടെ ശരീര അവയവങ്ങൾ വീണ ഓരോ സ്ഥാനവും ഓരോ ശക്തിപീഠങ്ങളായിട്ട് 51 ശക്തിപീഠങ്ങൾ വടക്കേ ഇന്ത്യയിൽ വളരെ പ്രശസ്തമാണ്. നമ്മുടെ തെക്കേ ഇന്ത്യയിൽ കാഞ്ചി ദേവിയുടെ അജ്ഞാനം ഉള്ള സ്ഥലമാണ്. അതുമായ പേര് കാഞ്ചി എന്ന്. കാഞ്ചി എന്ന് പറഞ്ഞാൽ അജ്ഞാനം. അപ്പൊ അജ്ഞാനം ഉള്ള സ്ഥലം കാഞ്ചിയായി മാറി. ബാക്കിയുള്ളതൊക്കെ ഇന്ത്യന്റെ അപ്പുറത്താണ്. ഇന്ത്യന്റെ അപ്പുറത്ത് ഒറ്റ സ്ഥാനമേ ഉള്ളൂ, കാഞ്ചി മാത്രമായിട്ട്. അതാണ് കാഞ്ചീപുരത്തിന്റെ പ്രത്യേകമായിട്ടുള്ള മാഹാത്മ്യം. ശക്തിപീഠങ്ങളിൽ ഒന്നാണ്. ബാക്കിയൊക്കെ ഇന്ത്യന്റെ വടക്ക് ഭാഗത്താണ്. അപ്പൊ അങ്ങനെയുള്ള പീഠങ്ങളെല്ലാം ദേവിയുടെ തന്നെ ശക്തിഭാവങ്ങളാണ്, ദേവിയുടെ സ്വരൂപമാണ്. സർവപീഠാനികേ സർവതത്വാനികേ. തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച നിർമ്മിതിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. മഹത്തത്വം, അഹങ്കാരതത്വം, പിന്നെ അഹങ്കാരതത്വത്തിൽ നിന്നുണ്ടാവുന്ന പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഇന്ദ്രിയ തത്വങ്ങൾ, അന്ധകരണ തത്വങ്ങൾ, ഇതൊക്കെ തത്വങ്ങളാണ്. 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം എന്നൊക്കെ പറയുന്നത് തത്വങ്ങളാണ്. ഈ തത്വങ്ങളെ കൊണ്ടാണ് ഈ പ്രപഞ്ച നിർമ്മിതി. തത്വം എന്ന് പറഞ്ഞാല് റോ മെറ്റീരിയൽ എന്നാണ് അർത്ഥം. ഈ പ്രപഞ്ച നിർമ്മിക്ക് ഉപയോഗിച്ച റോ മെറ്റീരിയൽസ് ഭഗവാനിൽ നിന്ന് ആവിർഭവിച്ചതാണ്. ഭഗവതിയിൽ നിന്ന് അവരുടെ ഭഗവതിയാണ്. അപ്പൊ ദേവിയുടെ തന്നെ വിഭൂതികളാണ് ഈ പ്രപഞ്ച നിർമ്മിതിക്ക് ഉപയോഗിച്ചതായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം. സ്ഥൂലവും സൂക്ഷ്മവുമായതെല്ലാം ദേവി തന്നെയാണ്. സർവതത്വാത്മികേ സർവവിദ്യാത്മികേ. വിദ്യകൾ പലതുണ്ട്. സംഗീതം, സാഹിത്യം, അല്ലെങ്കിൽ പലതരത്തിലുള്ളതായിട്ടുള്ള വാദ്യ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്, കരകൗശലങ്ങൾ, നെയ്ത്ത് മുതലായത്, പാചകം, ഇതൊക്കെ 64 വിദ്യകളിൽ നിന്ന് 64 കലകളിൽപ്പെട്ടതാണ്. ബ്യൂട്ടീഷ്യൻ വരെ നല്ല കൂട്ടുണ്ടാക്കാനുള്ള കഴിവ്, നല്ല ഹെയർ സ്റ്റൈലിംഗ്, ഇതൊക്കെ പണ്ടേയുള്ള കലകളാണ്. നമ്മളിപ്പോ പുതിയതായി ഉണ്ടായതൊന്നുമല്ല. നിങ്ങൾ 64 കലകളുടെ ലിസ്റ്റ് എടുത്ത് പഠിച്ചു നോക്കൂ. പഴയ 64 കലകള് അതിൽ വരുന്നതാണ്. തലമുടിയെ നന്നായിട്ട് ഡ്രസ് ചെയ്യാൻ പഠിക്കുക, ഹെയർ സ്റ്റൈലിംഗ്, നല്ല കുറിക്കൂട്ടുകൾ ഉണ്ടാക്കുക. എന്താ കുറിക്കൂട്ടുകൾ? ക്രീമുകൾ, പലതരത്തിലുള്ള ക്രീമുകൾ ഉണ്ടാക്കി ബ്യൂട്ടീഷ്യന്റെ പണി. നമ്മുടെ സൈലന്ത്രിമാരുടെ പണികളൊക്കെ അത് തന്നെയാണ്. കുബ്ജ മുതലായവരൊക്കെ കുറിക്കൂട്ടുകൾ ഉണ്ടാക്കുന്നവരാണ്. ഓരോരുത്തർക്കും ഓരോ കരകൗശലമാണ്. അപ്പൊ ഇതെല്ലാം എന്താണ്? പാചകം ചെയ്യുന്നത് പോലെ കലയായിട്ടാണ് കരുതുന്നത്. പാചകം മാത്രമല്ല, ഈ നമ്മളൊന്ന് പാർട്ടിക്കൊക്കെ എന്തായാലും പറയുക, ഡ്രസ്സിങ്, പാചകം ചെയ്തിട്ട് അതിന്റെ മുകളിൽ സലാഡ് കൊണ്ടൊക്കെ പല അലങ്കാരങ്ങളൊക്കെ ചെയ്ത് വെക്കുന്നില്ലേ? അതൊക്കെ പണ്ടേയുള്ളതാണ്, ഒന്നും ഉണ്ടായിരുന്നൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ 64 കലകളിൽ എണ്ണി പറയുന്നുണ്ട്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുക. കലകളെ കുറിച്ച് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും. പാചകം ചെയ്തിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ, അലങ്കരിക്കാനുള്ള വിദ്യകളൊക്കെ ഉണ്ട്. ഇതൊക്കെ വിദ്യകളാണ്. ഇതൊക്കെ പഠിച്ചിരുന്നാൽ നമുക്ക് ജീവിതത്തില് മുന്നേറാം, വിജയിക്കാം. അപ്പൊ അങ്ങനെ വിദ്യകൾ, എല്ലാ വിദ്യകളും ദേവിയിൽ നിന്നാണ് ആവിർഭവിച്ചിട്ടുള്ളത്. സർവവിദ്യാത്മികേ സർവയോഗാത്മികേ. യോഗം എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രാപ്തിക്കുള്ള ഉപായങ്ങളൊക്കെ യോഗങ്ങളാണ്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, രാജയോഗം, ഹഠയോഗം, അല്ലെ? ഇതൊക്കെ യോഗങ്ങളാണ്. അപ്പൊ ആ യോഗങ്ങളിൽ തന്നെ വിവിധ അവാന്തര വിഭാഗങ്ങളുണ്ട്. അതെല്ലാം തന്നെ ദേവിയുടെ തന്നെ സ്വരൂപമാണ്. ദേവിയെ പ്രാപിക്കാനുള്ള ഉപായങ്ങളെല്ലാം. സർവയോഗാത്മികേ സർവനാദാത്മികേ. നാദം എന്ന് പറഞ്ഞാൽ ഓംകാരം മുതലായിട്ടുള്ള ശബ്ദങ്ങൾ, ദേവിയെ ഉപാസിക്കുവാനുള്ളതായിട്ടുള്ള നാദങ്ങൾ, അതെല്ലാം ദേവി തന്നെയാണ്. സർവനാദാത്മികേ സർവവർണ്ണാത്മികേ. വർണ്ണം എന്നാൽ അക്ഷരം. ആ, ഇ, ഈ, ഉ, ഊ, എ, ഐ, ഒ, ഔ, അതൊക്കെ വർണ്ണങ്ങളാണ്.
അക്ഷരസ്വരൂപിണിയാണ് ദേവി. അകാരം മുതൽക്കുള്ള വർണ്ണസ്വരൂപിണിയും. സർവശബ്ദാത്മികേ, എല്ലാ തരത്തിലുള്ള ശബ്ദവും ദേവി തന്നെയാണ്. ശബ്ദത്തെ പല തലങ്ങളിലായിട്ട് നമ്മുടെ ലളിതാ സഹസ്രനാമം പറയും അല്ലെ. പരാ, പശ്യന്തി, മധ്യമ, വൈഖരി, ഇങ്ങനെ 4 തലങ്ങളാണ് ശബ്ദത്തിന്. ഏറ്റവും സൂക്ഷ്മമായത് എന്താണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടാൻ പോകുന്ന ശബ്ദം എന്ന് പോലും അവ്യക്തമായിരിക്കുന്ന അവസ്ഥയാണ് പരാ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് അതിനൊരു പ്രത്യേകമായിട്ടൊരു രൂപം ഉണ്ടായി വരുന്ന ഉള്ളിൽ തന്നെ തന്നെയാണ് പശ്യന്തി എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് മധ്യമയായി മാറുന്നു. കണ്ഠത്തിലേക്ക് എത്തുമ്പോഴേക്കും വൈഖരിയായിട്ട് വരുന്നു. അങ്ങനെ പുറത്തേക്ക് ശബ്ദമായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയുക, ശബ്ദത്തിന്റെ വിവിധ തലങ്ങളാണ് പരാപശ്യന്തി, മധ്യമ, വൈഖരി മുതലായത്. അതുപോലെ സർവവിശ്വാത്മികേ, വിശ്വം ലോകം എന്നുള്ള അർത്ഥത്തിൽ 14 ലോകങ്ങൾ ദേവിയുടെ തന്നെ മാനിഫെസ്റ്റേഷൻ ആണ്. ഭൂർഭുവസ്വഹ എന്നൊക്കെ നമ്മൾ എണ്ണുന്ന 3 എണ്ണിയാൽ ഭൂർഭുവസ്വഹ, 14 എണ്ണിയാൽ ഭൂർഭുവസ്വഹ, ജലഹ, മഹഃ, തപഃ, സത്യം എന്ന് 7 ഊർധ്വലോകങ്ങളും, താഴേക്ക് അടലം, വിതലം, സുബലം, രസാതലം, കലാതലം, മഹാതലം, പാതാളം, ഇങ്ങനെ 7 ലോകങ്ങൾ താഴെയും. അങ്ങനെ 7 14 ലോകങ്ങൾ ആണ് സർവവിശ്വം. അപ്പൊ സർവവിശ്വാത്മികയും ദേവി തന്നെയാണ്. എല്ലാ ലോകങ്ങളും ദേവിയുടെ തന്നെ മാനിഫെസ്റ്റേഷനാണ്, അഭിവ്യക്തിയാണ്. സർവവിശ്വാത്മികേ, സർവദീക്ഷാത്മികേ. ദീക്ഷ എന്ന് പറഞ്ഞാൽ വ്രതം, പലതരത്തിലുള്ള വ്രതം. ഓരോ കാര്യസാധ്യത്തിന് നമ്മൾ എടുക്കുന്ന നിശ്ചയങ്ങളാണ് വ്രതങ്ങൾ, ദീക്ഷകൾ. പലതരത്തിലുള്ള ദീക്ഷകളുണ്ട് ദേവി ഉപാസനയിലും മറ്റ് പല ഉപാസനകളിലും. അപ്പൊ അങ്ങനെയുള്ള ദീക്ഷകളെല്ലാം ദേവി തന്നെയാണ്. സർവവർഗാത്മികേ, വർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരോ സെക്ടുകൾ, ഓരോ വിഭാഗങ്ങൾ. ജന്തുവർഗം അല്ലെ, വൃക്ഷവർഗം, പക്ഷിവർഗം, ജലജന്തുക്കൾ, മനുഷ്യർ, ഇതൊക്കെ വർഗങ്ങളാണ്. അങ്ങനെ വർഗങ്ങളായി തിരിക്കാം. ഇതെല്ലാ വർഗങ്ങളും ആരാണ്? ദേവി തന്നെയാണ്. സർവവർഗാത്മികേ. പിന്നെ സർവസർവാത്മികേ, സർവവും ദേവി തന്നെ എന്ന് പറയും. സർവസർവാത്മികേ, സർവഗേ, സർവഗേ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവളെ, സർവത്ര ഗമിച്ചിരിക്കുന്നവൾ, സർവഗ, എല്ലായിടത്തും ഗമിച്ചിരിക്കുന്നവൾ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൾ, സർവഗ. സർവരൂപേ, എല്ലാ രൂപങ്ങളും ദേവിയുടെ തന്നെ രൂപങ്ങളാണ്. അപ്പൊ എന്ത് രൂപം കണ്ടാലും ദേവിയെ കാണാറാവണം നമ്മൾ. എല്ലാത്തിലും ദേവിയുടെ മാനിഫെസ്റ്റേഷൻ ആണെന്ന് ബോധം ഉണ്ടാകണം നമുക്ക്. സർവരൂപേ ഹേ ജഗന്മാതൃകേ, അല്ലയോ ലോകത്തിന്റെ മുഴുവൻ മാതാവേ. മാതൃകയെന്ന മാതാവേ തന്നെയാണ്. ലോകത്തിന്റെ മുഴുവൻ അമ്മയായിരിക്കുന്നവളെ, ലോകത്തെ മുഴുവൻ ജനിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അമ്മയെ, ജഗദംബികേ. പാഹിമാ 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 3 പ്രാവശ്യം. അപ്പൊ 3 തരത്തിലാണ് നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവുന്നത്. ആധ്യാത്മികം, ആദി ദൈവികം, ആദി ഭൗതികം. ഓം ശാന്തി 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 3 പ്രാവശ്യം പറയാറുണ്ട് അല്ലെ. ഒന്ന് ആധ്യാത്മിക ദുഃഖങ്ങളിൽ നിന്ന്, ഒന്ന് ആദി ദൈവിക ദുഃഖങ്ങളിൽ നിന്ന്, ഒന്ന് ആദി ഭൗതിക ദുഃഖങ്ങളിൽ നിന്ന്. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവനിൽ നിന്ന് തന്നെയുള്ള പ്രശ്നങ്ങളാണ് ആധ്യാത്മികം. നമ്മുടെ തന്നെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ പലതരത്തിലുള്ള വൈകല്യങ്ങൾ, പീഡകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ ഒക്കെ നമ്മുടെ ദുഃഖങ്ങളാണ്. നമ്മിൽ നിന്ന് സ്രോതസ് ഇവിടെ തന്നെയാണ്. ദുഃഖത്തിന്റെ സ്രോതസ് ഞാൻ തന്നെയാണ്. അത് ആധ്യാത്മിക ദുഃഖം. എന്റെ ദുഃഖത്തിന് മറ്റൊരാൾ കാരണമാകുമ്പോൾ ഈ ഭൂമിയിലുള്ള പ്രകൃതിയിലുള്ള ഏതെങ്കിലും ജന്തുക്കളോ മറ്റു മനുഷ്യരോ മറ്റു വാഹനങ്ങളോ ഏതെങ്കിലും നമ്മൾക്ക് കാണാവുന്ന ഭൂതങ്ങളിൽ നിന്നുണ്ടാകുന്നത് ആദി ഭൗതികം എന്ന് പറയും. അങ്ങനെയുള്ള ദുഃഖം.
ആദിദൈവികം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തതും ഇന്നതെന്ന് പറയാൻ പറ്റാത്തതുമായിട്ടുള്ള ഈശ്വരീയമായിട്ടുള്ള ശക്തികളിൽ നിന്ന് പ്രളയമുണ്ടാകുന്നതും പെരുമഴയുണ്ടാകുന്നതും ഇടിവെട്ടേൽക്കുന്നതും കൊടുങ്കാറ്റുണ്ടാകുന്നതും സുനാമി ഉണ്ടാകുന്നതും ഭൂകമ്പം ഉണ്ടാകുന്നതും ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് എന്ന് പറയും ആദിദൈവികം. ഇങ്ങനെ ആധ്യാത്മികം, ആദി ഭൗതികം, ആദിദൈവികം എന്ന് നമ്മുടെ പൂർവികർ നമ്മുടെ ദുഃഖങ്ങളെ മൂന്നാക്കി പിരിച്ചിട്ടുണ്ട്. അതിലാണ് മൂന്ന് ശാന്തി. ഇവിടെ മൂന്ന് പാഹി മാം പാഹി, എന്നെ രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും എന്നെ രക്ഷിച്ചാലും എന്ന് മൂന്ന് പ്രാവശ്യം പറയണം. മൂന്ന് സ്രോതസ്സുകളിൽ നിന്നും, ദുഃഖത്തിന്റെ മൂന്ന് സ്രോതസ്സുകളിൽ നിന്നും എന്നെ പ്രൊട്ടക്ട് മീ. പാഹി മാം പാഹി മാം പാഹി മാം ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമഃ. ഇവിടെ മൂന്ന് നമസ്കാരം. ദേവി തുഭ്യം നിനക്കായിക്കൊണ്ട് നമഃ നമസ്കാരം. കായേന വാച മനസാ എന്നൊക്കെ പറയാം. അല്ലെങ്കിലോ എന്റെ സ്ഥൂല ശരീരം കൊണ്ട് നമസ്കാരം. മൂന്ന് നമസ്കാരങ്ങൾ എന്തിനാണ്? ഒന്ന് സ്ഥൂല ശരീരം, കാണുന്ന ഭൗതിക ദേഹം, അതുകൊണ്ട് നമസ്കാരം. അടുത്തത് സൂക്ഷ്മ ശരീരം, നമ്മുടെ മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഇന്ദ്രിയ ശക്തികളൊക്കെ സൂക്ഷ്മ ശരീരത്തിൽ വരുന്നതാണ്. അതുകൊണ്ടൊരു നമസ്കാരം, അതും ദേവിക്ക് സമർപ്പിച്ചു. കാരണ ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത നമ്മുടെ ഉള്ളില് നമ്മുടെ വാസനകളായി നമ്മൾ നാളെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ കാരണമായിരിക്കുന്ന നമ്മുടെ വ്യക്തിത്വമാണ്, സഞ്ചിതമായിരിക്കുന്ന നമ്മുടെ കർമ്മവാസനകളാണ് കാരണ ശരീരം. അതിനെയും ദേവിയോട് സമർപ്പിച്ചു. അപ്പൊ സ്ഥൂലം, സൂക്ഷ്മം, കാരണം, ഇങ്ങനെ മൂന്ന് ശരീരങ്ങളെയും ദേവിക്ക് സമർപ്പിക്കുന്നതാണ് മൂന്ന് നമസ്കാരം. അതാണ് ഇവിടെ ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമഃ. അങ്ങനെ കൃത്യസമയത്ത് തന്നെ നമ്മൾ നമസ്കാരപൂർവ്വം സമർപ്പിച്ചു. ഈ അവസാനത്ത് ഒന്നിച്ചു വരാം. സർവതീർത്ഥാത്മികേ സർവചന്ദ്രാത്മികേ സർവമന്ത്രാത്മികേ സർവചന്ദ്രാത്മികേ സർവചക്രാത്മികേ സർവശക്ത്യാത്മികേ സർവതീരാത്മികേ സർവതത്വാത്മികേ സർവവിദ്യാത്മികേ സർവയോഗാത്മികേ സർവരാജാത്മികേ സർവവർണാത്മികേ സർവശബ്ദാത്മികേ സർവവിശ്വാത്മികേ സർവബീജാത്മികേ സർവവർഗാത്മികേ സർവസർവാത്മികേ സർവകേ സർവരൂപേ ഹേ ജഗന്മാതൃകേ പാഹി മാം പാഹി മാം പാഹി മാം. ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമോ ദേവി തുഭ്യം നമഃ. ഇതി കാളിദാസകൃതം ശ്യാമളാദണ്ഡകം സമ്പൂർണം. മാണിക്യവീണാം ഉപഗാനയന്തി മദാലസാം മഞ്ജുളഭാതിലാസാം മാഹേന്ദ്രമീനദ്യുതികോമളാംഗി മാതംഗരണ്യാം മനസാ സ്മരാമി. ഓം കായേന വാചാ മനസേന്ദ്രിയേണ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം ഹരി ഓം. നമ്മള് 5 ദിവസം കൊണ്ട് ശ്യാമളാദണ്ഡകം സാമാന്യ
മനസ്സിലാക്കി നന്നായി ചൊല്ലാതെ പറയും അല്ലേ? എന്ന് ചൊല്ലുക. കുറച്ച് സമയം കണ്ടു, 5 മിനിറ്റിന് ഉള്ളിൽ ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. സന്ധ്യ നേരത്തെ ചൊല്ലാൻ വളരെ മനോഹരമാണ്. എല്ലാവരും കേൾക്കെ നല്ല ശബ്ദത്തിൽ ചൊല്ലണം. ഇത് മനസ്സിൽ ചൊല്ലാനുള്ളതല്ല, നല്ല ശബ്ദത്തിൽ ചൊല്ലേണ്ട ഒരു ഇതാണ്. നന്നായി ചൊല്ലി എല്ലാ വീടുകളിലും മുഴങ്ങട്ടെ, കുട്ടികളൊക്കെ പഠിക്കും. ജഗദംബിക എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ നന്മകളും എല്ലാവർക്കും ആശംസിക്കുന്നു. നമ്മുടെ പുത്തൂർ തിരുവരാക്കൽ ഭഗവതി ക്ഷേത്രം ദേവസ്വം ഭാരവാഹികൾക്ക് നമുക്ക് പ്രത്യേകമായിട്ട് കൃതജ്ഞത പറയാം. ഈ കൊറോണ കാലത്തും സത്സംഗം മുടക്കാതെ നടത്താനായിട്ട് അവർ തയ്യാറെടുത്തതും അതിന് വേണ്ടതായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നമുക്ക് ചെയ്തു തരുന്നതിനും നമ്മുടെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഹരിയോ. എല്ലാവർക്കും നമസ്കാരം. വൃശ്ചികം 1 മുതൽ നമ്മുടെ ക്ഷേത്രത്തിൽ ആരംഭിച്ച ഭക്തി ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയുടെ 25ാം നാളായ ഇന്ന് ഒരു പൂർത്തിയാക്കുകയാണ്. കഴിഞ്ഞ 5 നാളുകളിലായി മഹാകവി കാളിദാസ വിരചിതമായ ശ്യാമളാനന്ദനും വളരെ ഈണത്തിൽ പാരായണം ചെയ്ത് അതിൻ്റെ ഓരോരോ വാക്കുകൾ വിശദീകരിച്ചുകൊണ്ട് നമുക്ക് വളരെ ഭക്തി നിർഭരവും വിജ്ഞാനപ്രദവുമായ ഒരു സത്സംഗത്തിൽ ആചാര്യത വഹിച്ച കോലശ്ശേരി സ്വാമി ദയാനന്ദാശ്രമത്തിന് മഠാധിപതി സ്വാമി കൃഷ്ണാത്മാനന്ദ സരസ്വതി അവർക്ക് പുത്തൂർ ശ്രീ തിരുവരാക്കൽ ഭഗവതി ദേവസ്വം ഭരണസമിതിക്ക് വേണ്ടിയും നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടിയും ഭക്തി ആദരപൂർവ്വം നന്ദി അറിയിക്കും. നമ്മുടെ ക്ഷേത്ര കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഈ സത്സംഗം ആധ്യാത്മികമായ കാര്യങ്ങളിലൊക്കെ വളരെയധികം ഉപദേശങ്ങൾ നൽകി വരുന്ന ഒരു സാന്നിധ്യം കൂടിയാണ് സ്വാമി എന്നുകൂടി ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നത്. ഏതായാലും ഈ സന്ദർഭത്തിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സത്സംഗത്തിൻ്റെ ഒരു 5 നാളുകൾ പൂർത്തിയാകുമ്പോൾ ദേവസ്വം ഭരണസമിതിയുടെ ഒരു വലിയ ദക്ഷിണ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാമിക്ക് സമർപ്പിക്കുന്നു. ആയത് സ്വീകരിക്കണമെന്ന് അദ്ദേഹത്തോട് വിനീതമായി അഭ്യർത്ഥിക്കുകയും നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങൾ തന്ന നിങ്ങളുടെ ആരായ പങ്കെടുത്ത ഓരോരുത്തർക്കും പുത്തൂർ തിരുവരാക്കൽ ഭഗവതി ദേവസ്വം ഭരണസമിതിയുടെ നന്ദി കൃതജ്ഞതയും പ്രത്യേകം അറിയിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിലും ഈ സത്സംഗത്തെ പരിപോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ഈ കൊറോണ ഓരോ കാര്യങ്ങൾ പറഞ്ഞിരുന്നാൽ നമ്മളെല്ലാം പോയിട്ടുള്ള ഒത്തിരി എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും മുടങ്ങിപ്പോകും. പലതും അങ്ങനെ കാണുന്നു. ആളുകൾക്ക് ഒരു ആലസ്യം ബാധിച്ചുമായി താങ്കൾ വിചാരിക്കരുത് എല്ലാം ഈശ്വര നിശ്ചയമാണ് എന്ന് ധരിച്ചുകൊണ്ട് ഇത് നമുക്ക് ഒരു ചെലവ് കിട്ടിയിട്ട് ആയാലും നമ്മൾ തീർച്ചയായും ഈ ഇത്തരം കാര്യങ്ങൾ പരിപോഷിപ്പിക്കപ്പെടാൻ വേണ്ടി അടുത്ത ദിനങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരെയും പങ്കെടുക്കാൻ കൊണ്ടുവരണമെന്നാണ് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു.